ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് എത്രമാത്രം വ്യാപകമായിട്ടുണ്ട്? ഒരു ഒത്തന്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സർഗസി ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വളരെ കുറവാണ്. പ്രോബബ്ലി അല്ല, ഏത് സാഹചര്യത്തിലാണ് ഒരാൾക്ക് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നത്? സാധാരണ ആസ് പെർ ഇപ്പോഴത്തെ കറണ്ട് ലോ പ്രകാരം ദർ ആർ സ്പെസിഫിക് ഇൻഡിക്കേഷൻസ്. ഈ ഒരു പ്രത്യേക കാരണങ്ങൾക്ക് മാത്രമേ നമുക്ക് സർഗസി ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഒന്ന്, നമ്മുടെ ഗർഭപാത്രം ഇല്ലാതെ ജനിക്കുന്ന കുറെ സ്ത്രീകളുണ്ട്, അവർക്ക് സർഗസി ചെയ്യാം. രണ്ടാമത്തത്, ഗർഭപാത്രത്തിന് എന്തെങ്കിലും ഡാമേജ് വന്ന് പോയിരുന്ന സാഹചര്യങ്ങൾ. ഇംഗ്ലീഷിൽ സറോഗസി എന്നാ പറയുന്നത്. അതെ, സറോഗേറ്റ് മദർ എന്ന് വലിയൊരു ഫേമസ് ഇംഗ്ലീഷ് സിനിമയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗർഭാവസ്ഥ, അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് കാരണം അവർക്ക് ഗർഭാവസ്ഥ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യമാണ് സിംപ്ലി പറഞ്ഞാൽ, അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അവർക്ക് ഗർഭിണി ആവാൻ പറ്റും, പക്ഷെ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ചിലവർക്കുള്ള ഹാർട്ട് ഡിസീസസ് ഉണ്ടാവാം, ഈ കിഡ്നി ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഗർഭത്തിന് അവർക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഈ റിപ്പീറ്റഡ് ആയിട്ട് ഫെയിലിയർ വരുന്ന ആൾക്കാർ, അലസിക്ക് പോകുന്നത് 3-ൽ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് സർഗസിയാണ് ഇൻഡിക്കേറ്റഡ്. ഇതിൽ ചൂഷണം നടക്കുന്നുണ്ടോ ഡോക്ടറെ? ഒരു മുൻകാലം നമ്മളിപ്പോ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വന്നപ്പോൾ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രീതിയിൽ പരാതി ഉയരുന്ന ഒരു സംസ്ഥാനമാണിത്. അപ്പം തമിഴ്നാട് മാത്രമല്ല മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നു, ചില ആശുപത്രിയെ കുറിച്ച് പരാതികൾ വന്നു, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. പക്ഷേ ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഈ കാര്യത്തിലുണ്ടോ, ഈ ഗർഭപാത്രത്തിന്റെ കാര്യത്തിൽ? ഇതിപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കണ്ടുകൂട്ടാം. വെൻ ഈ കമേഴ്ഷ്യൽ സർഗസി, അതായത് നമ്മൾ പൈസ കൊടുത്ത് സർഗസി ചെയ്തിരുന്ന ഒരു കാലമുണ്ട്, ഉണ്ടായിരുന്നു ബിഫോർ ദ ലോ കംസ്. ഇപ്പൊ അത് പൈസ കൊടുത്തിട്ടല്ല, ഇപ്പൊ ആൽട്രോസ്റ്റിക് സർഗസിയെ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് കാലത്ത് ഈ സ്ത്രീകളെ ഇപ്പൊ ക്ലിനിക്കുകളാണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും സ്ത്രീകളെടുത്ത് അവർക്ക് മുഴുവനായിട്ട് പൈസ കൊടുക്കാതെ അവർ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ അവർ പോയി അവർ പ്രസവിക്കുന്നവരെ കൊണ്ടുപോയി പ്രസവിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, വേർ പീപ്പിൾ ആർ മിസ്യൂസ്ഡ്. ഒരു കാര്യം ഡോക്ടറെ, ഇതിന് ഏജന്റുമാരുണ്ടോ പുറത്ത് ആൾക്കാരെ കണ്ടെത്താനൊക്കെ? അല്ല, ആസ് ഓഫ് നൗ ഏജൻസ് ഇല്ല. ഇപ്പൊ നമുക്ക് ഏജൻസ് അല്ല, വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ത്രൂ, നമ്മൾ അന്വേഷിച്ച് പിടിച്ച് തന്നെ കണ്ടുപിടിക്കണം. അതേ സമയത്ത് അതിൻ്റെ ഒരു അതർ സൈഡും ഉണ്ട്. ഇപ്പൊ സർഗസിക്ക് വരുന്നത് അന്ന് കാലത്തൊക്കെ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഒട്ടും അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആൾക്കാരാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന ഒരു ഗർഭപാത്രം തരാൻ തീരുമാനിക്കുന്ന സ്ത്രീക്ക് പൈസ കൊടുക്കാൻ പാടില്ല. ആസ് ഓഫ് നൗ ഇപ്പൊ കമേഴ്ഷ്യൽ സർഗസി ബാൻഡ് ആണ്. ഇപ്പോ വാണിജ്യ പരിപാടികൾ ഇതിനകത്ത് നടപ്പിലാക്കാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.